അടുക്ക് പറയുന്നിട്ടും കാര്യമില്ലാതായിപ്പോയല്ലോ അളിയാ. എന്താണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്താ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ നടക്കാതിരിക്കണ്ടാവും. എന്തോ ഉദ്ദേശങ്ങൾ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന ബാലൻസ് അല്ലേ പറഞ്ഞു. ഡോർ അടയ്ക്കണോ? എന്റെ പൊന്ന് ജാസ്മിനെ, നിന്നെ ഇനി എന്താ പറയേണ്ടത്? ഒരു സീസണിൽ ഒരാളെ പറ്റി പറയാവുന്നതിൻ്റെ എക്സ്ട്രീം നിന്നെ പറ്റി നാട്ടുകാർ പറയണത്. ഇത് ഈ കൂടുതൽ നിന്നെ പറ്റി പറയാനില്ല. നിനക്ക് ആകെ ഇത്രയും വയസ്സല്ലായിട്ടുള്ളൂ. ഈ വയസ്സിൽ നിന്റെ വായെന്ന് പറഞ്ഞ വർത്താനം, നീ ഈ വായ കൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞു നീ നല്ലൊരു പ്ലെയറാണെന്ന്. ആ ഒരു ഇത് പറഞ്ഞ് എനിക്ക് തന്നെ നാണക്കേടായി തുടങ്ങി. ഇമാതിരി വർത്താനം നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? നീ അതിൻ്റെ അകത്ത് കാണിച്ചു കൂടണം. മറ്റുള്ളവരോട് നീ പെരുമാറുന്നത് നീ ചിന്തിക്കണ്ട. നീ ജയിക്കാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെ പൊക്കോ, അത് ഓക്കെ, സമ്മതിച്ച് ഗെയിമിന് വേണ്ടിയാണ്. പക്ഷേ ഇമാതിരി വർത്താനം ഒരിക്കലും ഒരു തരത്തിലോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ അതിൻ്റെ അകത്ത് പോയി ആരെ വേണമെങ്കിലും കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, നക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഈ ഇങ്ങനത്തെ വർത്തമാനം ഒരാളോട് പറയണത്, ഈ ജിൻഡോ എന്ന് പറയുന്ന ആൾ നിൻ്റെ പ്രായത്തിലൊക്കെ എന്തോരം അനുഭവിച്ചിട്ടുണ്ട്, ഏത് ലെവലിൽ അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾ എന്തോരം അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമോ? നിൻ്റെ പോലെ ഒരു ക്യാമറ വെച്ചിട്ട് മേക്കപ്പും ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ച് ചെയ്തിട്ടുള്ള പരിപാടിയല്ല അങ്ങേര് ചെയ്തിട്ടുള്ളത്. അങ്ങേര് നേടാവുന്നതിൻ്റെ എക്സ്ട്രീം നേടിയിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങേര് നിന്നോട് എത്ര തവണ മര്യാദ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വീഡിയോ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു കാര്യം സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഗെയിമാണ്, ഇതിൽ പ്രശ്നം ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളി എല്ലാവരോടും സോഫ്റ്റായിട്ട് വരാറുണ്ട്. ആ സമയം പോലും നീ നിൻ്റെ ഇമാതിരി വർത്താനമാണ് തിരിച്ച് പറയണത്. ഇതൊക്കെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടിട്ട് ഇവളെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റിന് വേണ്ടിയാണെങ്കിൽ ഇവളെയൊക്കെ നമുക്ക് വോട്ട് ചെയ്തതിൻ്റെ അകത്ത് നിർത്തണം, എന്നാലും നമുക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. പക്ഷേ ക്വാളിറ്റി, ഷോയുടെ ഒരു ക്വാളിറ്റി ഇവളെ പോലുള്ളവർ തകർത്തുണ്ട്. സീറോ നിലവാരം ഇടിച്ചിടിച്ചിടിച്ച്, അതായത് ഒരു വീട്ടിൽ ഈ കുടുംബസമയത്ത് ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് നീയൊക്കെ കൂടി. പ്ലീസ് ബിഗ് ബോസ് ആയി നിങ്ങളെ ഷോക്ക് ക്വാളിറ്റി വേണമെങ്കിൽ ഇമാതിരി ചീഞ്ഞ കേസുകളൊക്കെ പിടിച്ച് പുറത്തളഞ്ഞ് നല്ല ആളുകൾ അതിൻ്റെ അകത്ത് കയറ്റി വേണ്ട. ആരും കെട്ടില്ലെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവർ അതിൽ നല്ല രീതിയിൽ മാന്യമായിട്ട് കളിച്ച് കയറി പൊക്കോളും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പറയുകയാണെങ്കിൽ, ഇന്നത്തെ എപ്പിസോഡ് ഈ സീസൺ 6 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിയാണ്. ഒരു ഗ്യാപ്പില്ല. ലൈവിലൊക്കെ എന്ന് വെച്ചാൽ ലാഗേ ഇല്ല, ഫുൾ ഓണാണ്. ഒരു രക്ഷയില്ലാത്ത അടിയോടടി, അവിടെ അടി ഇവിടെ അടി, അവർ തമ്മിലടി ഇവർ തമ്മിലടി, അങ്ങനെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ നിലവാരം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു പരിധി വരെ പല കാര്യങ്ങളും നല്ല രീതിയിലുള്ള നിലവാരമുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇമാതിരി കേസുകൾ, ഈ ജാസ്മിനെ പോലുള്ളവർ വലിച്ചുകൊണ്ട് വരുന്ന കേസുകളൊക്കെ വെറും, അതായത് കക്കൂസ്, അഴുക്ക്, മണം, തുമ്മൽ, ചീറ്റിൽ, ഇങ്ങനത്തെ കേസുകളൊക്കെ ആയിട്ട് ജാസ്മിൻ വരും. ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. അത് ജാസ്മിൻ്റെ പ്രശ്നം നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് എപ്പിസോഡിലോട്ട് വരികയാണെങ്കിൽ അവിടെയും ജാസ്മിൻ തന്നെയാണ് തുടക്കം. രാവിലെ ഉള്ള അടി. അപ്പോൾ രാവിലെ വന്നൊരു അടിയുടെ ഏറ്റവും വലിയ തുടക്കം പോവുകയാണെങ്കിൽ അർജുനിലോട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അർജുൻ 9 എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് ജാൻമണിക്ക് അത് ഹേർട്ടായി. ജാൻമണിയുടെ കമ്മ്യൂണിറ്റി കളിയൊക്കെ പോലെ തോന്നി. പക്ഷേ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് വളരെ നോർമലായിട്ട് പറഞ്ഞതാണ്. അത് ജാൻമണി ഉദ്ദേശിച്ച് അർജുൻ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്കറിയില്ല, അവരുടെ മൈൻഡ് നമുക്ക് വായിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് അത് ജിൻഡോ അവിടെ പറയുന്നു ഞാൻ 8 ചപ്പാത്തി കഴിച്ചു. അപ്പോൾ അർജുനോട് സിമ്പിളായിട്ട് ഒരെണ്ണം കൂടി കഴിച്ച് 9 ആക്കുക. അതായത് അർജുൻ്റെ ചപ്പാത്തി വേണമെന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഒരു കോൺവെർസേഷനാണ് വന്നത്. ഒരെണ്ണം കൂടി കഴിച്ച് 9 ആക്കി. 8 കഴിഞ്ഞ് 9 ആണല്ലോ. അപ്പോൾ ജാൻമണി അവിടെ അടുത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ചിന്തിച്ച് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതാണ് തുടക്കം, അടിയുടെ തുടക്കം. അപ്പോൾ ജാൻമണി അത് മീറ്റിങ്ങിൽ വന്ന് ആ ഒരു കാര്യം പറഞ്ഞു. അതായത് ഓൾറെഡി അവിടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കരുതെന്ന് വാണിംഗ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജാൻമണി ആളുടെ പേര് പറയേണ്ടത് വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു നമ്പർ ഉപയോഗിച്ചുള്ള സംസാരം ഇൻറ്റൻഷ്യലി ആണെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തീർത്തു, കാര്യം വിട്ടു. പക്ഷേ ആവശ്യമില്ലാത്ത വല്ല വഴിക്കും പോയ വള്ളി കയറി പിടിക്കുന്ന സിറ്റുവേഷനിലാണ് നോറയും ജാസ്മിനും ഇതിൽ കയറി ഇടപെട്ടത്. നോറയാണ് തുടക്കം. നോറയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നോറ എല്ലാ കേസിലും കയറി അഭിപ്രായം പറഞ്ഞ് അതിലില്ലാത്ത പ്രശ്നങ്ങൾ വരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ജാൻമണിയുടെ കേസിൽ. ജാൻമണിയോട് ഇത്രയും പേഴ്സണലി ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്ന വേറെ ഒരു കണ്ടസ്റ്റൻറ്റും ഇല്ല. ജാൻമണി വരെ അവളെ വിട്ട കേസാണ്. വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് വിട്ടൊരു കേസിൽ കയറി പിടിച്ച് എവിടെയൊക്കെ പോകുന്നു അതിലൊക്കെ കയറി പിടിച്ച് ചൊറിയാൻ കിട്ടുന്ന അവസരങ്ങൾ കയറി ചൊറിയുന്നു. അവസാനം എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, മറ്റതില്ല, മാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്യാമറയുടെ മുന്നിൽ പോയി എന്ന് കരയുന്ന നോറ. ഞാൻ പറഞ്ഞാണ് നോറയൊക്കെ നല്ല അടിപൊളി പ്ലെയറായിട്ട് നല്ല രീതിയിൽ കളിച്ച് വരേണ്ട ആളുകളാണ്. പക്ഷേ ഇവരൊക്കെ എന്തുകൊണ്ട് നിലവാരമുള്ള കേസുകൾ കയറി ഇടപെടുന്നില്ല എന്നാണ്. ഈ ഉള്ള കേസ് തന്നെ, അതായത് തീർന്ന് നമ്മൾക്കൊക്കെ കണ്ടുകൊണ്ട് മടുത്ത കേസ് തന്നെ പിന്നെയും കയറി ഇടപെട്ട് കുത്തിപ്പൊക്കി ഡെയിലി ഒരേപോലത്തെ കണ്ടന്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. നോറ പറയുന്നത് നോറക്ക് ആരും റെസ്പെക്ട് കൊടുക്കുന്നില്ല, ഹൗസിൽ ആരും റെസ്പെക്ട് കൊടുക്കുന്നില്ല, വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ പോയി സംസാരിക്കുന്നില്ല,
നോറ പറയുന്നത് കേൾക്കാനാളില്ല. ഇതൊക്കെയാണ് നോറ പറയുന്നത്. നോറയുടെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് നോറയുടെ ഒരു പോയിട്ട് എന്താണ് നോറ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെന്താ എനിക്ക് സുഖമായാലും എന്താ, എനിക്ക് സുഖമായില്ലെങ്കിൽ എന്താ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടറാണ് നോറയുടെ. ആ സൗണ്ട് കേൾക്കുമ്പോഴേ ഇറിറ്റേറ്റിംഗ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു പോയിട്ട് ഒരാളും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനായിട്ട് ഒരാൾക്കും താല്പര്യം. പേഴ്സണലി ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ പെരുമാറുന്ന ഒരാളുടെ ഒരു പോയിട്ട് സംസാരിക്കാൻ നിൽക്കില്ല, അത് അവോയ്ഡ് ചെയ്ത് വിടേ ഉള്ളൂ. അപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല, ആരും അവൾക്ക് സ്പേസ് കൊടുക്കില്ല, റെസ്പെക്ട് കൊടുക്കുന്നില്ല. ഈ പറയുന്ന റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം നോറ ഹൗസിലുള്ള ഒരാൾക്ക് പോലും തിരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ അഭിഷേക് ജയദേവ് അബി പോയിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോയിട്ടിരിക്കുന്ന ഒരു കോൺവെർസേഷനിൽ പോലും അവനോട് തർക്കിക്കുന്ന നോറയാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ റെസ്പെക്റ്റ് അവർക്ക് കിട്ടുക? റെസ്പെക്റ്റ് കൊടുത്താലേ റെസ്പെക്റ്റ് കിട്ടുള്ളൂ. അപ്പം നോറയുടെ കണ്ടന്റ് ഈ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ച് കയറി വരികയാണ് ഇപ്പോൾ ജാസ്മിനും. ആവശ്യമില്ലാത്ത കേസിൽ കയറി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ആ സിബിനാണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ പറയുന്നത് രാവിലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. സത്യം പറഞ്ഞാൽ ശരിയാണ്. ഒരു വീട്ടിൽ രാവിലെ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ ഈ ഒച്ചപ്പാടും വെള്ളം കേൾക്കുമ്പോഴേക്ക് അത് ഫീൽ ചെയ്യും. നമുക്ക് ശരിക്കും നേരിട്ട് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു വീട്ടിൽ അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ ഇറിറ്റേഷൻ ഉറക്കത്തിൽ നേരിട്ട് ഇങ്ങനത്തെ ഒച്ചപ്പാടും വെള്ളം കേൾക്കുമ്പോൾ വല്ലാണ്ടങ്ങ് ബ്രേക്ക് ഡൗൺ പൊട്ടി തെറിച്ച് പോകും മനുഷ്യൻ. അതിലൊക്കെ അവരെല്ലാവരും സമ്മതിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് അവർ അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പോയി, സിബിൻ്റെ കയ്യിൽ നിന്ന് പോയി. സിബിൻ കാണിച്ചത് ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാണിച്ചത് തെറ്റാണ്. പക്ഷേ അത്രയും പ്രൊവോക്ക് ചെയ്തിട്ടാണ് അങ്ങേരുടെ കയ്യിൽ നിന്ന് പോയത്. അത് അപ്പോളജി അക്സെപ്റ്റ് ചെയ്തു, പണിഷ്മെൻറ്റ് എടുക്കാമെന്ന് പറയുകയും ചെയ്തു. ബിഗ് ബോസിൻ്റെ വാണിംഗ് കിട്ടി. സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും. അത്രയും വരെ എത്തി. എന്നിട്ടും ജാസ്മിൻ അത് വിടാൻ തയ്യാറല്ല. ജാസ്മിൻ ഈ പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവരെല്ലാവരെയും ഹൗസിലുള്ള എല്ലാവരുടെയും ഫോക്കസ് ലാസ്റ്റ് പോകുന്നത് രണ്ട് ക്യാരക്ടറിലോട്ടാണ്. ഇന്നത്തെ എപ്പിസോഡ് ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എത്രയോ പേര് 19 പേരിൽ ഉണ്ടെങ്കിൽ രണ്ട് ആളുകളാണ് എല്ലാവരും ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതായത് പുറത്ത് പറയുന്നില്ലെങ്കിലും ഉള്ളിനുള്ളിൽ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സിബിനെയും ജിൻഡോനെയാണ്. അതിൽ ജാസ്മിൻ്റെയും ഇവരുടെയൊക്കെ കാര്യം പിടിക്കണമെങ്കിൽ ആ ഒരു ഗ്യാങ് മൊത്തം ഫോക്കസ് ചെയ്യുന്നത് ജിൻഡോയെ എങ്ങനെ തകർക്കാം, ജിൻഡോനെ എങ്ങനെ പൊളിച്ചടക്കാം എന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മറ്റുള്ള കണ്ടസ്റ്റന്റുകളുടെ കാര്യത്തിൽ പോയി ഇടപെടുന്നേ ഇല്ല. അവർ എന്തൊക്കെ പറഞ്ഞാലും എന്തൊരു വിഷയം ഉണ്ടായാലും വല്ലയിടത്തും നിൽക്കുന്ന ജിൻഡോൻ്റെ ഒരു കറങ്ങി തിരിഞ്ഞ് ജിൻഡോനായിട്ട് ചെല്ലും. എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി ജിൻഡോയ്ക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ പോയി എതിർക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്തോ അറിയില്ല. പക്ഷേ ലൈവ് കാണുമ്പോഴൊക്കെ മനസ്സിലാവും ഇവർക്ക് ഇടപെടാൻ പറ്റിയ ഒരുപാട് കേസുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ഇറങ്ങി തിരിഞ്ഞ് ഇവർ പോയി ജിൻഡോൻ്റെ വെക്കിട്ട് കയറുന്നു. സെബിനോട് അങ്ങനെ അടുത്ത് കയറുന്നില്ല. നമ്മുടെ ഹൗസിലുള്ള ഒരാളും അങ്ങനെ എതിർത്തങ്ങ് കയറുന്നില്ല. കാരണം സെബിനോട് സംസാരിച്ച് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. സെബിൻ്റെ അടുത്തോട് ഒരാളും അങ്ങനെ പോകുന്നില്ല. ജാസ്മിൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അങ്ങ് കയറി ചെല്ലുമ്പോഴേക്കും വലിച്ച് കീറി ഭിത്തിയിൽ ഒടിച്ച് വിടുന്ന സിബിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ജാസ്മിൻ ഒരു പടി പുറകോട്ട് നിന്നിട്ടേ സിബിൻ്റെ അടുത്തോട്ട് ഇടപെടാറുള്ളൂ. അതേസമയം ജിൻഡോ നോക്കുമ്പോൾ ആൾ കുറച്ചും കൂടി സോഫ്റ്റാണ്. കാര്യം ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകളെല്ലാം വരുമെങ്കിലും സംസാരിച്ച് നിൽക്കാൻ കാര്യം വരുമ്പോൾ അവിടെ ഡോമിനേറ്റിംഗ് ആവുന്നത് നമ്മുടെ ജാസ്മിൻ തന്നെയാണ് ജിൻഡോ ആയിട്ടുള്ള കോൺവെർസേഷനിൽ. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പോലും സിബിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല. കാരണം ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ആളുകളുടെ ഇടയിൽ ഇവർക്ക് കിടക്കുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല, പക്ഷേ ലൈവിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് അഭിഷേകുകൾ പിന്നെ നമ്മുടെ തൃശ്ശൂരുകാരി നന്ദന, ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ആ സായിയുടെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂമാണ്. അതായത് സായിക്ക് മടുത്ത് സായിക്ക് ആ റൂമിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും റൂമിൽ കയറിയാന്നുള്ള സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാര്യം ഇവരെ അങ്ങോട്ട് തമ്മിൽ അടിയാണ്. എന്ത് ചോദിച്ചാലും പൊട്ടിത്തെറിക്കാതിരിക്കുന്ന നോറ, ഒരു വെല്ലുവിളിയും ഇല്ലാണ്ട് സംസാരിക്കുന്ന നന്ദന, കടിച്ചു കയറാൻ നിൽക്കുന്ന രണ്ട് അഭിഷേകുകൾ, അതിൻ്റെ ഇടയിൽ സായി. ഇതാണ് ആ റൂമിലെ സിറ്റുവേഷൻ. ഏറ്റവും ദുരിതം പിടിച്ച റൂം അത് തന്നെയാണ്. അപ്പോൾ ഇന്നൊരു കാര്യത്തിൽ അഭിഷേക് ജയദേവിൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ടാർഗറ്റ് അഭിഷേക് ശ്രീകുമാറാണെന്നുള്ളൊരു കാര്യം മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയും ആ പുള്ളിയോട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ചിന്തയിലാണ്. അത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കയറ്റി വിട്ടതുകൊണ്ട് അവർ രണ്ടുപേരുടെ മൈൻഡിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണമെന്നുള്ള രീതിയിലാണ് കയറ്റി വിട്ടതെന്നുള്ള രണ്ടുപേരെ മൈൻഡിലുണ്ട്. ആ സമയത്ത് ചിന്തിക്കുമ്പോൾ അഭിഷേക് ശ്രീകുമാർ ഒരുപാട് കാര്യങ്ങൾ വിട്ട് കളയുന്നുണ്ട്. അവനെ വിട്ടു, വേണ്ട, ആ ഒരു കേസ് വേണ്ട എന്ന് പറഞ്ഞ് കാര്യം വന്ന ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പുള്ളി കയറി അതിൽ അറ്റൻഡ് ചെയ്ത് പണി പാളിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു കേസ് വിട്ട് കളഞ്ഞ് നിൽക്കുന്ന ഒരു അഭിഷേക് ശ്രീകുമാറിനെയാണ് കാണുന്നത്. അതേസമയം അഭിഷേക് ജയദേവ് ഈ ഒരു കേസ് വിടാണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിച്ച് കയറി ഇതിൽ പൊട്ടിക്കണമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന അഭിയാണ് അതിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി നമ്മുടെ നന്ദനെ പെട്ടുപോകും. നന്ദനയും അഭിയും തമ്മിലുള്ള അടി സ്വിച്ചിട്ട പോലെയാണ്. ഇപ്പോൾ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിക്കോളും ആ റൂമിലോട്ട് ക്യാമറ പോകുന്നത്. എന്താണ് ഇവർ തമ്മിൽ അടി ആയിക്കോളൂ. ഈ വെറുതെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞൊക്കെയാണ് അടി. അതിൻ്റെ ഇടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിള്ളേർ പോലും ഇത്രയും നിലവാരം കുറഞ്ഞ രീതിയിൽ ഫൈറ്റ് ഇല്ല എന്ന് തന്നെ പറയണം. അതിൽ എടുത്തു പറയേണ്ട കാര്യം അഭിയുടെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നീ വീട്ടിൽ പോയി പറയും ഇറങ്ങി പൊടി എന്നൊക്കെ പറയും. പിള്ളേരെങ്കിലും കഷ്ടമായിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ സംസാരം. അപ്പോൾ
ഈ ടോക്സിക് വല്ലു എന്നൊക്കെ ഉള്ള രീതിയിൽ ടോക്സിക് ചേട്ടായി എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് പോയ ചേട്ടായി സത്യം പറഞ്ഞ ആൾ വെറും പഞ്ചപാവാണ്. ഇന്ന് തന്നെ നന്ദന മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇത്രയും ടോക്സിസിറ്റി ഉള്ള ഒരാളെയാണ് ഈ കാണിച്ചിട്ടാക്കുന്നത്. എനിക്ക് മൈൻഡ് പോയി. കാരണം പുള്ളി ടോക്സിസിറ്റി എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്യുവറായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയത്. പുള്ളിക്ക് കിട്ടിയ തേപ്പിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഇതിൽ അങ്ങനത്തെ ഒരു രീതിയിൽ പോയി ആ ഒരു കമ്മ്യൂണിറ്റി പോയി അങ്ങനെ അതൊരു മുഖംമൂടിയായിട്ട് കൊണ്ടു നടക്കുന്നത്. അതായത് തേപ്പിൻ്റെ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് തന്നെ നന്ദന മേക്കപ്പ് ചെയ്ത് അയാളുടേതായ രീതിയിൽ അതിൽ പൊക്കോട്ടിരിക്കുകയാണ്. പക്ഷേ ഈ അബി എന്തൊക്കെ പറഞ്ഞാലും വിടില്ല, ഇത് ഈ കേസിൽ തന്നെ വലിഞ്ഞു കയറി ചെല്ലും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നന്ദന കയറിപ്പെട്ടതും നോറ ഇടപെടുന്നതും ആകെ മൊത്തം കുളവും. സായിയാണ് ഇതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുന്നത്. പിന്നെ സായിയുടെ കാര്യം പറയുകയാണെങ്കിൽ സായി ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെ തന്നെയാണ് സായിയുടെ ടാർഗറ്റ്. കാരണം ഈ ഒരു വൈൽഡ് കാർഡുകളിൽ ഒരുമിച്ച് കയറി വന്നപ്പോൾ സായിയുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടാവും സായിയാണ് ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ആൾ, എല്ലാവരും ഭയക്കുന്ന ഒരാൾ എന്നൊക്കെ ഒരു ചിന്ത സായിക്കുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് നമ്മളും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് പേഴ്സണലി സിബിനെ ഈ പറഞ്ഞ അഭിഷേകളെ ഒരു ആരും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയുന്നത് ഈ സായിയാണ്, സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ പുള്ളിക്ക് കിട്ടേണ്ട ഒരു ഹൈറാർക്ക് കിട്ടിയത് സിബിനാണ്. സിബിൻ അവിടെ ഒരു സ്വന്തമായിട്ടൊരു ടീം ബിൽഡ് ചെയ്ത് വൻ കണ്ടന്റുകൾ കൊടുത്ത്, അതായത് അഴിഞ്ഞാടുന്ന സിബിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ സിബിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇന്നത്തെ ആ ഒരു ഇഷ്യൂല് രാവിലെ ഉണ്ടായിരുന്ന ഇഷ്യൂല് ജാസ്മിൻ ആ കേസ് വിട്ടു, സിബിൻ ആ കേസ് വിട്ടു, ഹൗസിലുള്ള ബാക്കി എല്ലാവരും വിട്ടു. അപ്പോഴും സിബിൻ ആ കേസ് വിടാൻ തയ്യാറായിട്ടില്ല. സിബിൻ എന്തൊക്കെ ചെയ്താലും ഈ ഒരു കാര്യം തെറ്റാണെന്നുള്ള രീതിയിൽ സായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രശ്നമോ വലിയ പ്രശ്നമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മഞ്ഞക്കാട് കിട്ടും റെഡ് കാർഡ് കിട്ടും. പുള്ളിക്കാരൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് കയറി വരാനായിട്ട്. പക്ഷെ നടക്കുന്നില്ല. പുള്ളിക്കാരൻ ജാസ്മിൻ ആ ഒരു കോർണറിലൂടെ അങ്ങ് ആയിപ്പോയി. എന്താ പറ്റിയെന്നറിയില്ല. എനിക്ക് തോന്നുന്നു അധികം പോയി കണ്ട് പുള്ളി ഇറങ്ങി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ജാസ്മിൻ്റെ വെറുപ്പിക്കലിൻ്റെ പീക്ക് ലെവലിൽ നിന്നൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡും കൂടി ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.